ഈ ഐറ്റം ഉണ്ടാക്കാനേ നമുക്ക് റവയും തൈരും മാത്രം മതി കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ ആ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് വറുത്ത റവയോ വറുക്കാത്ത റവ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ 1 ടീസ്പൂണും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഇഡ്ഡലി ചെമ്പാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരം റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പലഹാരം റെഡിയാക്കാം. അപ്പോൾ കണ്ടിട്ട് 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പലഹാരം നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കിഡ് ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പലഹാരം ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഈ പലഹാരം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇഡ്ഡലി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പോഞ്ചി ആയിട്ടുള്ള റവ കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു തേങ്ങാ ചട്നിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.